എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വിജയത്തെക്കുറിച്ചാണ്. പക്ഷേ ഒരു വ്യത്യസ്തമായ കോണിലൂടെയാണ് നമ്മളതിനെ നോക്കുന്നത്. നമ്മൾ ഏറ്റവും സുഖപ്രദമായി കരുതുന്ന നമ്മുടെ കംഫോർട്ട് സോൺ യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഈ ഒരു ചോദ്യം വെച്ച് നമുക്ക് തുടങ്ങാം, അല്ലേ? നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഒരുപക്ഷേ അതുതന്നെയാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത? നിങ്ങൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതുതന്നെയാണോ നിങ്ങളെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ അടിസ്ഥാനവും ഇതുതന്നെ. അപ്പോ നമുക്കാദ്യം തന്നെ പ്രശ്നമെന്താണെന്ന് നോക്കാം. കംഫർട്ട് സോൺ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണല്ലേ? പക്ഷേ ഈ സുരക്ഷിതത്വം നൽകുന്ന ഇടം ശരിക്കും ഒരു കെണിയാണ്. അതെങ്ങനെയാണ് നമ്മുടെ വളർച്ചയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന കംഫർട്ട് സോൺ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു മാനസികാവസ്ഥയാണ്. അവിടെ നമുക്കെല്ലാം പരിചിതമാണ്, എല്ലാം എളുപ്പമാണ്, വലിയ ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അതുകൊണ്ടുതന്നെ നമ്മൾ സ്വാഭാവികമായും അതിലേക്ക് ആകർഷിക്കപ്പെടും. ആർക്കാണല്ലേ സുഖമിഷ്ടമല്ലാത്തത്? ഈ കംഫർട്ട് സോണിന്റെ ഒരു പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ പ്രവചനാത്മകതയാണ്. അതായത് അടുത്തത് എന്ത് നടക്കും എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മുടെ മനസ്സിന് ഒരു തരം നിയന്ത്രണം നൽകുന്നു. അത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ തീർച്ചയായും സുരക്ഷിതത്വം, നമ്മുടെ പരാജയപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ നേരിടാനുള്ള ഭയം, ഇതിൽ നിന്നൊക്കെ ഈ കംഫർട്ട് സോൺ നമ്മളൊരു കവചം പോലെ സംരക്ഷിക്കും. തെറ്റുകൾ പറ്റില്ലാന്ന് ഉറപ്പുള്ള ഒരിടം. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഈ സുരക്ഷിതത്വത്തിന്റെ ഒരു മറുവശമുണ്ട്. അതാണ് സ്തംഭനാവസ്ഥ. പുതിയ വെല്ലുവിളികളില്ല, പുതിയതായി ഒന്നും പഠിക്കാനുമല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വളർച്ച അവിടെ നിൽക്കും. നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണെന്ന് തോന്നുമെങ്കിലും ലോകം മുന്നോട്ടു പോകുമ്പോൾ സത്യത്തിൽ നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇങ്ങനെ കംഫർട്ട് സോണിൽ സുരക്ഷിതമായിരുന്ന് പരാജയപ്പെടുന്നതിന് പകരം വേറെന്താ ഒരു വഴി? ഇതിനൊരു ബദൽ മാർഗമില്ലേ? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വരാം. നേട്ടങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ കേൾക്കാൻ അത്ര സുഖമില്ലാത്ത, പക്ഷെ വളരെ വളരെ ശക്തമായ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രശസ്തനായ സ്റ്റീവ് ഹാർവിയുടെ വാക്കുകൾ ഈ ആശയത്തെ ശരിക്കും അടിവരയിടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തുടരുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും. വിജയം ഒരു സുഖപ്രദമായ നടപടിക്രമമല്ല. നിങ്ങൾക്കെപ്പോഴെങ്കിലും വിജയിക്കണമെങ്കിൽ അസുഖകരമായ സാഹചര്യങ്ങളിൽ സുഖമായിരിക്കാൻ പഠിക്കണം. ഒന്നാലോചിച്ച് നോക്കൂ. വിജയമെന്നത് സുഖമുള്ളൊരു കാര്യമല്ല, മറിച്ച് അസ്വസ്ഥതയെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് വിജയം ഇരിക്കുന്നത്. ഈ ഒരു ആശയം നമുക്ക് മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കാം. വിജയം ഒരു സുഖപ്രദമായ നടപടിക്രമമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ വളർച്ചയും നേട്ടങ്ങളുമൊക്കെ എപ്പോഴും ആ ഒരു അസ്വസ്ഥതയുടെ, ആ വെല്ലുവിളികളുടെ തൊട്ടപ്പുറത്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓക്കേ, ഈ ആശയം കൊള്ളാം. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, അല്ലേ? വെറുതെ പോയി അസ്വസ്ഥതകൾ ഉണ്ടാക്കണോ? അല്ല, ഇത് പ്രായോഗികമാക്കാൻ ചില വഴികളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ചിന്താരീതിയിൽ ഒരു മാറ്റം വരേണ്ടത്. ഈ രണ്ട് മാനസികാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന് കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടുന്ന ചിന്താഗതി. എപ്പോഴും വെല്ലുവിളികളിൽ നിന്ന് ഒഴിഞ്ഞുമാറും, പരാജയപ്പെടുമ്പോ എന്ന് പേടിച്ചിരിക്കും. പക്ഷേ മറ്റേത് കണ്ടോ? ഗ്രോത്ത് മൈൻഡ്സെറ്റ്. അത് വെല്ലുവിളികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കും, എപ്പോഴും മുന്നോട്ടു പോകാൻ നോക്കും. നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇത് പ്രായോഗികമായി എങ്ങനെ ചെയ്യാം? അതിന് ലളിതമായ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഭയം എന്താണെന്ന് സത്യസന്ധമായി ഒന്ന് തിരിച്ചറിയുക. രണ്ടാമത്, ആ ഭയത്തെ നേരിടാൻ ഒരു വലിയ ചാട്ടം ചാടണ്ട. പകരം വളരെ ചെറിയ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടുവെക്കുക, ഒരു മൈക്രോ സ്റ്റെപ്പ്. ഉദാഹരണത്തിന്, ഒരുപാട് പേരുടെ മുന്നിൽ സംസാരിക്കാനാണ് പേടിയെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കുക. അതൊരു തുടക്കമാണ്. മൂന്നാമതായി, ആ അനുഭവം എങ്ങനെയായിരുന്നുവെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇതാണ് യഥാർത്ഥ ലക്ഷ്യം. നമ്മൾ ജിമ്മിൽ പോയി മസിലുണ്ടാക്കുന്നില്ലേ? അതുപോലെ തന്നെ അസ്വസ്ഥതകളെ നേരിടാനുള്ള നമ്മുടെ കഴിവിനെ പതിയെ പതിയെ വളർത്തിയെടുക്കണം. ഈ അസുഖകരമായ സാഹചര്യങ്ങളെ ഭയക്കുന്നതിനു പകരം അതിനെ വളർച്ചയ്ക്കുള്ളൊരവസരമായി കാണാൻ നമ്മൾ പഠിക്കണം. അപ്പോ നമ്മൾ ഈ അസ്വസ്ഥതകളൊക്കെ സഹിക്കുന്നത് എന്തിനാ? ഈ കംഫർട്ട് സോണിനെ പുറത്തു കടന്നാൽ നമുക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല. ഒന്നാമതായി വ്യക്തിപരമായ വളർച്ച, പിന്നെ
പ്രതിസന്ധികളെ നേരിടാനുള്ള നമ്മുടെ കഴിവ്, അതായത് റെസിലിയൻസ്, അത് കൂടും. ഇത് ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നുതരും. ഇതിനെല്ലാം ഉപരി നിങ്ങൾ നേടുന്നത് ഒരു യഥാർത്ഥ വിജയമായിരിക്കും. ആരുടെയെങ്കിലും ഔദാര്യമല്ല, വെല്ലുവിളികളെ നേരിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം. ഈ വലിയ യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ തീരുമാനത്തിൽ നിന്നാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ള പുറത്തേക്ക് ഒരടി വയ്ക്കാനുള്ള ആ ഒരു തീരുമാനം. ആ ഒരൊറ്റ തീരുമാനം മതി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അവസാന ചോദ്യം ഇതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്കു വേണ്ടി ഇന്ന് നിങ്ങൾ ഏത് ചെറിയ അസ്വസ്ഥതയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അത് ചിലപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ചിരുന്നൊരു ഫോൺ കോൾ ചെയ്യുന്നതാവാം. ആ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.